രാഷ്ട്രീയ സാമൂഹിക മേഖലകളുള്ള പ്രമുഖർ അപകടസ്ഥലം സന്ദർശിച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. इनके प्रति, उनके परिवार के प्रति दुख और शोक का भाव व्यक्त करते हैं और ईश्वर से यही प्रार्थना करते हैं कि जो लोग अभी भी अपने जीवन के लिए संघर्ष कर रहे हैं उनको ईश्वर लंबी आयु दें और जिनके परिजनों को इस हादसे में परिवारजनों ने गंवाया है उनको यह दुख सहन करने की शक्ति दे. ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരവും സഹായവും നൽകാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തയ്യാറാവണം. ഇതൊരു വലിയ ദുരന്തം തന്നെയാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണ്. ഇതിപ്പോൾ ഒരു വിവാദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊന്നുമല്ല ആവശ്യം. ഇപ്പോൾ രക്ഷാപ്രവർത്തനമാണ് ആവശ്യം. ബാക്കി നടന്ന ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഔദ്യോഗികമായി ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടമാണ് വിശദീകരിക്കേണ്ടത്. ആദ്യം ഇപ്പം റെസ്ക്യൂ ഓപ്പറേഷനും ചികിത്സയിൽ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കുള്ള കാര്യങ്ങളിൽ മാത്രം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുശേഷം എല്ലാ വസ്തുതകളും അന്വേഷിച്ചിട്ട് ആ ഉചിതമായ നടപടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെയും ഞാൻ പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ പെർമിഷൻ കിട്ടിയില്ല എന്നുള്ളത്. പെർമിഷൻ കൊടുക്കുന്നതിനെന്താണ് ഞാൻ കേട്ടത്, ഈ മത്സര കമ്പത്തിന് പെർമിഷൻ കൊടുക്കേണ്ടതെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ രാത്രി എന്താ സംഭവിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പ്രധാനമായും ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലക്ക് ഇതൊരു പ്രശ്നമേ അല്ല. ഒരുപക്ഷെ ദുരിതാശ്വാസ സഹായം പ്രഖ്യാപിക്കുന്നതിനാണെങ്കിൽ പോലും ഗവൺമെൻറ് കമ്മീഷൻ്റെ അനുമതിക്ക് വിധേയമായി അത് നൽകും. പക്ഷേ തീരുമാനമെടുക്കാം. പ്രഖ്യാപിക്കുന്നതിന് ചില തടസ്സമുണ്ടെങ്കിൽ പോലും അത് കമ്മീഷൻ അതിന് വിലക്കുണ്ടാകില്ല എന്നാണ് വിശ്വാസം.